അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു എന്താ പറയുക, നമുക്ക് മാസ്റ്റർ എക്സാം തുടങ്ങുന്ന സമയത്ത് എക്സാംസിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരില്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു 2 ദിവസം ഗ്യാപ്പിൽ അടുത്ത എക്സാം, ആ ഒരു ഗ്യാപ്പിലാണ് അവൻ പഠിക്കുക. അത് പഠിക്കണമെന്നും ചിലപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 ദിവസം മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താ പറയുക, ഇവന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇവൻ്റെ കാര്യത്തിൽ. വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? എന്താ പറയ്, നാളെ റിസൾട്ട് വരികയാണ്. നാളെ എന്തിന്റെ റിസൾട്ട് വരിക? 10ാം ക്ലാസ്സിന്റെ. നാളെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഒരു 10ാം ക്ലാസ്സുകാരുണ്ട് ഗൈസ്. അതാണ് ഇവൻ. അപ്പം നമ്മളും ഇതേപോലെ തന്നെ എന്താ പറയാ, SLCന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇവൻ. കാരണം റീസെന്റ് അല്ല, കുറെ എത്ര കൊല്ലം എന്റെ കഴിഞ്ഞിട്ട് 6 കൊല്ലോ 7 കൊല്ലോ അത്രന്നല്ല, അത്രക്കെ 2016 ബാച്ച് അന്ന് ഞാനായിരുന്നു. അപ്പൊ എന്റെയും ഏട്ടന്റെ റിസൾട്ടും ഇതേപോലെ അധികം എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവന്റെ റിസൾട്ടിന് എല്ലാരും കാത്തിരിക്കുന്നുണ്ട്. അത് നാളെ അറിയാം. എന്താ പറയാ, കാത്തിരുന്നിട്ട് ആ സുദിനം നാളെയാണ് ഗൈസ്. എന്താ നമുക്ക് പറയാനുള്ളത്? ഞാൻ എന്റെ പ്രതീക്ഷ ഞാൻ പറയട്ടാ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫുൾ A+ ആണ് ഗൈസ്. ഞാന് അതുപോലെ തന്നെ അമ്മ, ഏട്ടൻ, ചേച്ചി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഫുൾ A+ ആണ്. ഇനി നമുക്ക് ആദ്യം അടുത്ത് ചോദിക്കാം, അപ്പൊ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. നീ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പൊ പിന്നെ ഈ എന്താ പ്രതീക്ഷിക്കണേന്ന് പറ. ഇവന്റെ പ്രീവിയസ് എക്സാംസിനൊക്കെ ഭയങ്കര മാർക്ക് കുറവാണ് ഇവനിട്ടാ. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ഒട്ടും പഠിക്കാതെയാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അത് വേറെ കാര്യം. ഒട്ടും പഠിക്കാത്ത ഒരു എക്സാം. ഞാനൊക്കെ പറയുമ്പോൾ ഉറക്കൊളച്ചിട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ കോളേജിൽ മാത്രമാണ് ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ ഉഴപ്പിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വലിയ മാർക്കില്ല. പക്ഷെ ഇവൻ്റെ കാര്യത്തിൽ ഇവ അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു എന്താ പറയുക, നമുക്ക് മാസ്റ്റർ എക്സാം തുടങ്ങുന്ന സമയത്ത് എക്സാംസിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരില്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു 2 ദിവസം ഗ്യാപ്പിൽ അടുത്ത എക്സാം, ആ ഒരു ഗ്യാപ്പിലാണ് അവൻ പഠിക്കുക. അത് പഠിക്കണമെന്നും ചിലപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 ദിവസം മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താ പറയുക, ഇവന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇവൻ്റെ കാര്യത്തിൽ. പക്ഷേ എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ നാളെ അറിയാം. അതിൻ്റെ തെളിവ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. കേക്ക് വാങ്ങിയിട്ടുണ്ട്, അതായത് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, സ്വീറ്റ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത്രയും ഹൈ എക്സ്പെക്ടേഷനിലാണ് എന്ന് ആലോചിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഫ്ലക്സ്, എല്ലാവരും അതെ ഫ്ലക്സ് മറ്റേ ഫിലിമിന് പറയുമ്പോൾ ഫ്ലക്കള് അവസ്ഥ ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സമയം കണ്ട രാത്രി 10:10 കണ്ട 10:10 ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇവൻ ജിമ്മ് കഴിഞ്ഞിട്ട് വന്നത്. ഇവൻ ജിമ്മിനൊക്കെ പോകണ്ടിട്ടാ. കാണിച്ചൊരു കഥയും. പക്ഷെ ഇവനെക്കാട്ടിയും ശക്തി എനിക്കാണ് ഗൈസ്. അപ്പോൾ നാളെ അറിയാം എന്താണ് അവസ്ഥ. ഇവൻ പറയുന്നത് പാസ്സായി കഴിഞ്ഞാൽ ഭാഗ്യം എന്നാണ് ഇവൻ പറയുന്നത്. അപ്പം നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിടിക്ക്. ഇത് ചിലപ്പോൾ ഇനി പൊട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ട് 2 വാങ്ങിയതാണ്. അപ്പൊ ഞങ്ങളെ ഇവനെ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണമെന്നറിയോ, ഒരു പോത്ത് 2 വാങ്ങി കൊടുക്കാം. പിന്നെ ഇവരെ നോക്കിണ്ടാക്കിയിട്ട് എന്താ കാര്യം. പക്ഷെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഇപ്പോൾ ഈ ഫുൾ A+ അങ്ങനെ വലിയ ഈ പഠിക്കണോ അങ്ങനെയൊന്നല്ല. ഇവന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ് റിവെഞ്ചസ് ഉണ്ട്. നമുക്ക് കുറച്ച് സ്വീറ്റ് റിവെഞ്ചസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവന് ഈ ഫുൾ A+ കിട്ടണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും ഏട്ടന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അധികം പഠിക്കുക അല്ലെങ്കിൽ ഇന്ന ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യമൊക്കെ നമുക്ക് കുറച്ച് രീതിയിൽ നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കുക. ഒരു എക്സാം ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനൊക്കെ ഇവന് അത്യാവശ്യം നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നമുക്ക് കുറച്ച് റിവെഞ്ചസ് ഉണ്ട്. അത് ഇവന് ഫുൾ A+ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ്, പിന്നെ നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. റിവെഞ്ച് അത് ഫുള്ളായി. അപ്പം നാളത്തെ ആഘോഷത്തിനുള്ള പാർട്ടി പോപ്പർ അതിന്റെ റിസൾട്ട് അറിയുമ്പോ പൊട്ടിക്കാനുള്ള പോപ്പർ കാട്ടി കൊടുക്കണം. ഞങ്ങളുടെ ഒരു ഹൈ കോൺഫിഡൻസ് ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലായ?
ഇവനെന്നെ ഉറപ്പില്ല അവന് ഫുൾ എ പ്ലസ് ഉണ്ടാവുന്ന എഴുതി ഇവന് ഉറപ്പില്ല. ഇവന് ഞാൻ പറയാ സോഷ്യലിലൊക്കെ എത്ര എഴുതണം ആദ്യം മാർക്ക് പ്രീവിയസ് ഒക്കെ ആയിട്ടുണ്ടാവും 45-40. അതുപോലെ തന്നെ ഇവന് മലയാളം എഴുതാനെന്ന് പറയും. മലയാളമൊക്കെ ഫുൾ അക്ഷരത്തെറ്റ് പറഞ്ഞാൽ ഫുൾ അക്ഷരത്തെറ്റൊക്കെയാണ് ഇവന് വരിക. മലയാളം വായിക്കാനൊന്നും അറിയില്ല അവന്. ഞാൻ വായിക്കാനേ കുറച്ചേ അറിയുള്ളൂ. ഞാനാണ് ഇവന് എന്ത് ചെയ്തിട്ടുള്ളത്, മലയാളം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എക്സാമിനൊക്കെ. അതുപോലെ സോഷ്യലൊക്കെ ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവൻ പോയിട്ട് എക്സാം എഴുതുന്നത്. ഇവന് മാത്സ് ഒക്കെയാണ് കുറച്ച് കുഴപ്പമില്ലാത്തത്, ബാക്കിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് റിവെഞ്ച് അല്ലെങ്കിൽ ഇവന് എ പ്ലസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കണ ഒരവസ്ഥയാണ് ഗൈസ്. ഇവന് ഫുൾ എ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനം നിവർന്നു നിൽക്കും. ഈ വീഡിയോ നാളെ വരുമോ വരില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ എനിക്കൊരു മൂടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല. നാളെ എന്തായാലും കുറച്ചൊക്കെ പാർട്ടി സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാന്. കാരണം ഇനി അങ്ങനെ 10ാം ക്ലാസ്സൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. അതാണ് ഞാൻ മെയിനായിട്ട്. ആൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. ഈ എക്സാം പിന്നെ ഇപ്രാവശ്യം എന്താ പറയുക വാലുവേഷനൊക്കെ ഒരു സൈഡിലേക്ക് വാലുവേഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഇതേപോലെ ഗവൺമെൻറ് ടീച്ചറാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രേസ് മാർക്കും കാര്യങ്ങളും കൊടുക്കണേലാണെങ്കിലും പിന്നെ ഒരു ദിവസം 20 പേപ്പർ മാത്രമാണ് വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാലുവേഷനാണ്. പിന്നെ പേപ്പറൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്തൊരു ടഫാണെന്നറിയോ. ഞാനൊക്കെയാണ് ഈ സമയത്ത് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ പൊട്ടി പാളീസാവും ഗൈസ്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യം കേട്ടോ. ഞാനൊക്കെ ഉറപ്പായിട്ടും പെട്ടു. കാരണം അത്യാവശ്യം നല്ല ടഫുള്ള പേപ്പറാണ്. ഒരു ബുക്ക്ലെറ്റ് പോലെ നമ്മൾ ഡിഗ്രിക്കൊക്കെ എക്സാം എഴുതുന്ന പോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ 10th എക്സാമിനേഷൻ പറയുന്നത്. പക്ഷേ സത്യമാണ് ഈ ഫുൾ എ പ്ലസ് കിട്ടുക പറയുമ്പോൾ അത്യാവശ്യം നല്ല പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ. അത് ഉറപ്പാണ്. എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലായി. ഇവനൊക്കെ കിട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം ഗൈസ്. മനസ്സിലായോ? അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണാം, സെലിബ്രേഷൻ്റെ ഒക്കെ വീഡിയോസ് അല്ലേ. ഇവൻ്റെ ടീച്ചറൊക്കെ ഇവൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്ലെക്സിൽ വെക്കാനുള്ളത്. അത് എന്തിനാണാവോ വാങ്ങിയിട്ട് ഫ്രണ്ടിക്ക് ഉണ്ട് ഫ്രണ്ടിക്ക് ബാക്കിൽ ചെന്നിരിക്കല്ലേ. അത് എന്തിനാണാവോ ഫോട്ടോ ഒക്കെ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതേപോലെ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ലഡ്ഡു സ്വീറ്റ്സ്, അതുപോലെ തന്നെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവില്ലേ. അപ്പോൾ നാളെ ഒരു നല്ലൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കുരുത്തില്ലാത്ത മക്കളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാതെ എക്സാം എഴുതുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ, നല്ല വെയിറ്റിങ്ങിലാണ്. പിന്നെ വേഗം തന്നെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ന്യൂസും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ലാഗായിരുന്നു. ഇപ്പോൾ ഒക്കെ ഭയങ്കര സ്പീഡായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ ഈ സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇത് സൂഡിയോന്ന് ക്യാൻഡി ബാറാണ്. അതായത് ലിപ്സ്റ്റിക് കിറ്റാണ് ഈ സാധനം വരുന്നത്. ഇതിലൊരു 5-6 കളർ ഓഫ് ഷെയ്ഡാണുള്ളത് കേട്ടോ. നല്ല ഒരു കളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കൂ, ഈ ഷെയ്ഡ് നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ കാണാണ്ടോ, മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. വോത്താണ്. ആ കൂടിയിട്ട് 199 ഉള്ളൂ വരുന്നേ ഉള്ളൂ. കണ്ടോ, നല്ലതാണ്. എൻ്റെ ഷെയ്ഡ് കണ്ടോ, നമ്മളൊരു നോർമൽ സ്കിൻ ടോണുള്ള ആൾക്കാർക്ക്. എൻ്റെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് ഗൈസ്. പക്ഷെ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഇതാണ്. കണ്ട ഈ കളറൊക്കെ നോക്കി നോക്കൂ. എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഷെയ്ഡ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു 1 month ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നീരുന്നു. അപ്പോൾ ഇതിന് അതൊന്നും ഇഷ്ടമല്ല. മീൻസ് ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്ന റീൽസും ഒക്കെ പോകാൻ കാണുന്ന കാരണം ഒക്കെ പ്രശ്നമാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ബാക്കി നമുക്ക് നാളെ 3 മണിക്കുള്ള വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുൾ എ പ്ലസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു വ്ളോഗ്. ഫുൾ എ പ്ലസ് അല്ല കേട്ടോ, എന്താണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്വീറ്റ് റിവെഞ്ചിനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫുൾ എ പ്ലസ് കാര്യങ്ങളും കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ജസ്റ്റ് ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ MBA കഴിഞ്ഞ ആൾക്കാരുണ്ട്, BTech കഴിഞ്ഞ ആൾക്കാരുണ്ട്, MCOM കഴിഞ്ഞ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ചെയ്യുന്ന വർക്കൊക്കെ ഒന്നാണ്, മനസ്സിലായോ? അപ്പോൾ ഒരുപാട് പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ലൊരാളായിട്ട് ജീവിച്ചാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു മനുഷ്യനായി ജീവിക്കുക, ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്യാതെ. എൻ്റെ സൈക്കോളജി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ല, സൈക്കോളജിയിൽ എൻ്റെ ഫിലോസഫി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണ്
വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ Okay. എല്ലാവർക്കും Bye ബൈ bye. ഗായ്സ്. വാ ബൈ പറയും. ബൈ ഗായ്സ്.